അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈമൂൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്ന് ഈ ഒരു വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ തീരെ പ്രതീക്ഷിക്കാത്തൊരു വ്ളോഗാണ്. വിചാരിക്കാണ്ട് എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും കുറച്ച് റെസിപ്പീസും ഒക്കെയാണ് ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നത്. എൻ്റെ കിച്ചണിലേക്ക് കുക്ക് വെയർ ഒക്കെ വാങ്ങുന്ന കുറച്ച് ഷോപ്പുകളിൽ ഒരു ഷോപ്പാണിത്, ഹാപ്പി ഹോം സെൻറ്റർ. ഇത് വരുന്നത് ചൊക്ലിയിലാണ്. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒന്ന് കയറിയതാണ് കുക്ക് വെയർ ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പോയി അവിടെ എത്തുന്നവരെയും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണമെന്ന്, ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ അവിടെ സെക്കൻഡ് ഫ്ലോറിൽ ഉണ്ടായിരുന്ന ഒരു 3 ചേച്ചിമാരുണ്ട്, നല്ല അടിപൊളി ചേച്ചിമാരാണ്. അപ്പം അവർ ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടും മൈമൂൺസ് കിച്ചനെ പറ്റിയൊക്കെ സംസാരിക്കാനിടയായി. യൂട്യൂബിൽ കുക്കിംഗ് ചാനലൊക്കെ കാണുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോൾ മൈമൂൺസ് കിച്ചനെ പറ്റി സംസാരിച്ചു. അങ്ങനെ അവർ ആ സമയത്ത് തന്നെ ഓപ്പൺ ചെയ്തിട്ട് ചാനലൊക്കെ നോക്കുന്നത് കണ്ടു, വീഡിയോസൊക്കെ എടുത്ത് നോക്കുന്നത്, ഓപ്പൺ ചെയ്ത് നോക്കുന്നതൊക്കെ കണ്ടു. ഭയങ്കര ഹാപ്പി ആയി ശരിക്കും പറഞ്ഞാൽ. അപ്പം 3 ചേച്ചിമാർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2-3 സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്തു. ഒരുവിധം എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഷോപ്പ് കൂടിയാണ് ഈ ഒരു ഹാപ്പി ഹോം സെൻറ്റർ. അത്യാവശ്യം നല്ല സാധനങ്ങളും ഉണ്ടാവും, പിന്നെ അഫോർഡബിൾ പ്രൈസാണ്, നമുക്ക് താങ്ങാൻ പറ്റുന്ന പ്രൈസാണ്. ഒരുവിധം എല്ലാ സാധനങ്ങളും ഇതിൽ കാണുന്നുണ്ട്. അപ്പം 3rd ഫ്ലോറിൽ ഞാൻ പോയിട്ടില്ല. സെക്കൻഡ് ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും മാത്രമേ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. 3rd ഫ്ലോറിൽ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ. ഇതൊരു നല്ല അടിപൊളി ഇന്നലെ വന്ന ഒരു കാസറോളാണെന്ന് പറഞ്ഞു, ഒരു ബോൾ ഷേപ്പിലുള്ളത്. അപ്പം അത് വാങ്ങിയിട്ടില്ല, പക്ഷെ കണ്ടപ്പം നല്ല രസം തോന്നി, അതൊന്ന് ഓപ്പൺ ചെയ്ത് തന്നതാണ്. അങ്ങനെ പിന്നെ ഒരു 2-3 സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ വൈകുന്നേരം ചായയുടെ സമയമായി. അപ്പം പിന്നെ എന്തായാലും ഒരു ചായക്ക് കടിയാക്കാമെന്ന് വിചാരിച്ചു. കോളിഫ്ലവർ ഉണ്ട്, അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗോബി ഫ്രൈ നല്ല ടേസ്റ്റ് അല്ലേ, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോളിഫ്ലവർ ആദ്യം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം പിന്നെ ഫ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ പെട്ടെന്ന് പൊരിച്ചെടുക്കാമല്ലോ. അങ്ങനെ ഞാനിപ്പം കോളിഫ്ലവർ വേവിക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളത്തിൽ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഈ പാത്രമാണ് ഞാനിപ്പം വാങ്ങിയത്, നോൾട്ടൻ്റെ ഒരു 3.5 ലിറ്ററിൻ്റെ പാത്രമാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു 3-4 പേർക്കൊക്കെ ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റിയൊരു പാത്രം, എനിക്കിഷ്ടമായി. അങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ള കോളിഫ്ലവർ ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുത്താൽ മതി. ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പം പണ്ടൊക്കെ കോളിഫ്ലവർ ശരിക്കും പറഞ്ഞാൽ വിനീഗർ ഇട്ട വെള്ളത്തിൽ അങ്ങ് മുക്കി വെക്കും, അതിൽ നിന്ന് പുഴുവൊക്കെ വരാൻ. ഇപ്പോൾ പുഴുവൊന്നും വരുന്നില്ല, എന്നാലും അങ്ങനെ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ആദ്യം ഒന്ന് വിനീഗറിൻ്റെ വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ തന്നെ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ഞാനിതിങ്ങനെ ബ്ലാൻഡ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു 1-2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെള്ളം ഊറ്റിയെടുക്കുകയാണ്. വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിയിട്ട് മാറ്റാം. എന്നിട്ട് അതിൽ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പം കോളിഫ്ലവറിലേക്ക് ഞാനിപ്പം കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലമാവ് ഒരു എത്രയാണ് വേണ്ടത്, നമുക്ക് ആ ഒരു ബൈൻഡിങ് കിട്ടാൻ കണക്കായിട്ട് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടലമാവ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടെ അരച്ച് പേസ്റ്റാക്കിയ ഒന്നാണ്, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് 1-2 പച്ചമുളക്, ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ചതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സോസ് ഉണ്ടല്ലോ, മലേഷ്യൻ സോസ് എന്ന് പറയുന്ന ആ റെഡ് ചില്ലീൻ്റെ സോസ്, അതും ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം, ഒരു കുഴഞ്ഞ് കിട്ടുന്ന പോലെ ആക്കിയെടുക്കാം. അപ്പം ഞാനിപ്പം പോരാന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ഒരു മുട്ടയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. മുട്ട ഇടുമ്പം ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോഴേക്കും പൊരിക്കാനുള്ള ഓയിൽ ഞാനിപ്പം ചൂടാകാനായി ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മുങ്ങിക്കിടക്കുന്ന കണക്കിനുള്ള ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് കണക്കിനുള്ള കുറച്ചധികം ഓയിൽ അങ്ങ് ഇട്ട് വെക്കാം. ഇനി അത് ചൂടാവട്ടെ. അങ്ങനെ നമ്മുടെ മിക്സ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിയില അരിഞ്ഞതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നല്ലൊരു റെഡ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ കോളിഫ്ലവറിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിലും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓയിലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചായിട്ട് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പം കോളിഫ്ലവറൊക്കെ പൊരിക്കുമ്പം കുറച്ചധികം ഓയിലിട്ടിട്ട് കോളിഫ്ലവർ മുങ്ങുന്ന കണക്കിന് തന്നെ ഓയിലിട്ട് കൊടുത്തിട്ട് പൊരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ മൊത്തത്തിൽ അങ്ങ് പൊരിയും, പിന്നെ അങ്ങ് ഇളക്കി കൊടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതിയല്ലോ. എണ്ണയിലിട്ടിട്ട് 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ആ കൂട്ടൊക്കെ നന്നായിട്ട് ആറി വരും. അപ്പം നമുക്ക് ഈ കയ്യിലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് പൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് പൊരിഞ്ഞ് കിട്ടുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ മുട്ട ഇടുമ്പം അത്ര ക്രിസ്പി ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല ക്രിസ്പി സോഫ്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ഇതിപ്പം പൊരിഞ്ഞ് വന്നപ്പം ഞാൻ എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റുകയാണ്. എന്നിട്ട് അടുത്തതും കൂടെ അങ്ങനെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇതിന് പ്രത്യേകിച്ചൊരു സോസോ അല്ലെങ്കിൽ ഒന്നും വേണമെന്നില്ല. എന്നാലും മയണൈസോ കെച്ചപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി തിന്നാം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ടേമറിൻ സോസാണ്. കുറച്ച് പുളിവെള്ളം, കുറച്ച് ഉപ്പും അതുപോലെ മല്ലിയില, കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് മിക്സ് ആക്കിയതാണ്. ഈ ഒരു കോളിഫ്ലവറൊക്കെ അതിൽ മുക്കി തിന്നുമ്പം നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു പുളിപ്പും പിന്നെ അത്യാവശ്യം എരിവും ഒക്കെ വരുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ചില സ്നാക്സിനൊക്കെ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഈവനിങ്ങിൽ ചായയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള പണി എന്ന് പറയുന്നത് ഡിന്നറിനുള്ള എന്താ പരിപാടി എന്നുള്ളതാണ്. അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ടിൻ്റെ പൊടിയൊക്കെ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ പുട്ടുപൊടിയല്ല ഇത്, ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു പുട്ടിൻ്റെ കൂട്ടാണിത്. സാധാരണ പുട്ടുപൊടി നമ്മൾ പൊടിപ്പിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പാക്കറ്റിൽ വാങ്ങുകയോ ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു പുട്ട് നമ്മളെങ്ങനെയാണോ പുട്ട് നനച്ചെടുക്കുന്നത് അതുപോലെ നനച്ചെടുത്താൽ മതി. ഇതിപ്പം ശരിക്കും പുട്ടുപൊടി കുഴച്ചെടുത്തതല്ല, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പത്തിലിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയാണ് ഞാൻ സ്ഥിരമായിട്ട് പുട്ടിന് കുഴച്ചെടുക്കാറ്. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. പുട്ടിൻ്റെത് തന്നെ ഞാൻ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അരിപ്പൊടി എങ്ങനെയാണ് പൊടിപ്പിക്കുന്നതെന്നുള്ളത് ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇതിപ്പം പുഴുങ്ങലരി, സാധാരണ നമ്മൾ പത്തലിന് പൊടിപ്പിച്ചെടുക്കുന്ന പോലെ പൊടിപ്പിച്ചെടുത്ത ആ ഒരു പുഴുങ്ങലരിയാണ്. അത് 2 കപ്പ് പുഴുങ്ങലരിക്ക് 1 കപ്പ് ചോറ്, 1/4 കപ്പ് റവ, 1/4 കപ്പ് തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് പൊടിച്ചെടുക്കാം. മിക്സിയിൽ പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുത്ത പൊടിയാണിത്. അപ്പം തേങ്ങയും റവയും ഈ അരിപ്പൊടിയും ചോറും എല്ലാം കൂടെ മിക്സാക്കിയിട്ട് പൊടിച്ചെടുക്കുമ്പം നമ്മൾ സാധാരണ പുട്ടുപൊടി എടുക്കുന്ന അതേപോലെ തന്നെ നല്ല തരിതരിപ്പായിട്ട് കിട്ടും. അങ്ങനെ പൊടിച്ചെടുത്ത പുട്ടുപൊടി പിന്നെ കുറച്ച് വെള്ളം ഇട്ടിട്ട് സാധാരണ നമ്മൾ പുട്ട് നനക്കുന്ന പോലെ നനച്ചെടുക്കണം. അങ്ങനെ നനച്ച് വെച്ചതാണിത്. ഈ ഒരു പുട്ടുപൊടിയിൽ ഞാനിപ്പം റവ ചേർത്തിട്ട് ഇങ്ങനെ മിക്സാക്കിയത് കൊണ്ട് പുട്ട് നനച്ചതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കാം. അപ്പോൾ റവ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുമല്ലോ, അപ്പോൾ പോരാൻ തോന്നുവാണെങ്കിൽ പിന്നെ നമുക്കൊന്നുകൂടെ ഒന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ പൊടി. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ് കേട്ടോ ഇതിൽ നിന്ന് കിട്ടാൻ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പം ഇന്ന് ഞാൻ പുട്ട് 3 തരത്തിലുള്ള സ്റ്റഫ്ഡ് പുട്ടാണ് കാണിക്കുന്നത്. സ്വീറ്റും അതുപോലെ വെജും പിന്നെ ഒരു ചിക്കൻ്റെ പുട്ടുമാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിപ്പം വെജിറ്റബിളിൻ്റെ ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മസാലക്കായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗീ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു അരമുറി സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് കുറച്ച് ഉപ്പും ചേർത്തിട്ട് മിക്സ് ആക്കാം. എന്നിട്ട് അതിലേക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് നമുക്ക് വേണോ അതൊക്കെ അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് ക്യാബേജും ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കൊത്തി നുറുക്കിയിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഒരുപാട് അങ്ങനെ വാടി കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിളിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ചിക്കൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കാം. അപ്പം ചിക്കൻ മിക്സിന് ഞാൻ ഇതേപോലെ തന്നെ കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നപ്പം അതിലേക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് സവാളയും പച്ചമുളകും അരിഞ്ഞിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിളിലും 2-3 പച്ചമുളക് അരിഞ്ഞിടണം കേട്ടോ, അത് പറയാൻ വിട്ടുപോയി.
എന്നിട്ട് ഈ സവാളയിലേക്കും അത്യാവശ്യം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ മിക്സിലേക്ക് ഞാനിപ്പം ഒരു തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു എന്താ പറയുക, ഒരു യമ്മി ആയിട്ടുള്ളൊരു മസാലയാണ് ഈ ഒരു ചിക്കന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതിയാവും, കുറേയൊന്നും വേണ്ട. എന്താ പറയുക, ഒരു 1-2 ചിരട്ടപ്പുട്ടിന് വേണ്ടിയിട്ടുള്ളൊരു മിക്സാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് മസാലയും അതുപോലെ ഈ തക്കാളിയും ഒക്കെ ഒന്ന് ഉടഞ്ഞിട്ടൊന്ന് നന്നായി പിടിച്ച് കിട്ടാനായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാവട്ടെ. ഒന്ന് മിക്സായി വന്നാൽ ഇതിലേക്ക് നമുക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ പീസാക്കിയിട്ടൊന്ന് കൈകൊണ്ടൊന്നങ്ങ് പിച്ചി ഇട്ടിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സാക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില അരിഞ്ഞത് എന്നിവയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കാം. നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 മിക്സും ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി സ്വീറ്റ് മിക്സാണ് ഉണ്ടാക്കേണ്ടത്. അത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് വീഡിയോയിൽ കാണിക്കാനൊന്നും പറ്റിയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഇലയടക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ, ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സാണ്. അപ്പോൾ ആ ഒരു ഇലയടൻ്റെ ലിങ്ക് ഞാൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് നോക്കാം എങ്ങനെയാണ് ആ ഒരു മിക്സ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഇതാണ് ഞാനിപ്പം സ്വീറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്, വെജിറ്റബിളിൻ്റെ മിക്സും റെഡി ആയിട്ടുണ്ട്, പുട്ടുപൊടിയും തേങ്ങയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കേണ്ട പണിയാണ്. അപ്പം ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ്, ചിരട്ടപ്പുട്ടിൻ്റെത് കുറേ ദിവസമായി വാങ്ങണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പം വാങ്ങിയതാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും സ്റ്റഫ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാനിപ്പം ഈ ഒരു ഇതിലുണ്ടാക്കുന്നതേ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് പുട്ടുകുറ്റിയിൽ തന്നെ ഉണ്ടാക്കാം. തേങ്ങയ്ക്ക് പകരം ഓരോ മസാല വെച്ചിട്ട് ലെയർ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിയിൽ കുറച്ച് തേങ്ങ ഇടുന്നതല്ലേ നല്ലത്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം, പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മസാല ഇട്ടിട്ട് പിന്നെയും പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഒരു 1/4 ഭാഗം പുട്ടുപൊടി ഇട്ടിട്ട് നന്നായിട്ട് ലെവലാക്കിയിട്ടുണ്ട്. പ്രസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ലെവലാക്കിയാൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് തേങ്ങൻ്റെ മസാല വെച്ച് കൊടുക്കാം. തേങ്ങയും വെല്ലവും നന്നായി വിളയിച്ചെടുത്തതാണ്. ഒരു ലെയറിൽ ഈ ഒരു മസാല വെച്ച് കൊടുക്കാം. 1-2 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാനിപ്പം കട്ട് ചെയ്തിട്ട് നേന്ത്രപ്പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും പുട്ടും പഴവും നല്ലൊരു കോമ്പിനേഷനാണല്ലോ, അപ്പോൾ നേന്ത്രപ്പഴം വെച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം വെല്ലവും തേങ്ങയുമാണ് വിളയിച്ചെടുത്തത്. അതിന് പകരം തേങ്ങയുടെ കൂടെ പഞ്ചസാര വിളയിച്ചെടുത്താലും മതി. അപ്പോൾ ആ ഒരു വൈറ്റ് കളറിൽ കിട്ടും. ഞാനിപ്പോൾ ഇതൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ടാണ് വെല്ലത്തിൻ്റെത് എടുത്തത്. ഇനി മുകളിൽ കുറച്ച് പുട്ടുപൊടി നന്നായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. കുറച്ച് തേങ്ങയും കൂടെ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, കുക്കറിൽ മുകളിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ വെള്ളം നന്നായിട്ട് ഇപ്പം തിളച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴേക്കും ആവി പുറത്തേക്ക് വരും. എന്നാലും ഒരു 1-2 മിനിറ്റ് കൂടുതൽ വെച്ചാൽ നല്ലതാണ്. കാരണം നമ്മളിപ്പം റവയും കൂടെ മിക്സ് ആക്കിയിട്ടാണല്ലോ ഇതിലിട്ടിട്ടുള്ളത്. അപ്പം റവയൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ. അങ്ങനെ ഒരു 5-8 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ആ ചൂടിൽ തന്നെ ചിലപ്പോൾ ഇത് പുറത്ത് വരാനൊക്കെ പണിയുണ്ടാവും. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴവും തേങ്ങാ മിക്സും ഒക്കെ കൂടിയായി നല്ല അടിപൊളി പുട്ടാണിത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ചിക്കൻ്റെതും വെജിറ്റബിളിൻ്റെതും ഉണ്ടാക്കാം. അപ്പം ചിക്കൻ്റെത് ഞാനിപ്പം തേങ്ങയ്ക്ക് പകരം ചിക്കൻ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ചിക്കൻ്റെ മസാല ആദ്യം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഒരു 1/4 ഭാഗത്തോളം പുട്ടുപൊടിയും വെച്ചിട്ട് അതിൻ്റെ മുകളിലും വീണ്ടും ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ അരിപ്പൊടി മുകളിൽ വെച്ചിട്ട് മുകളിൽ കുറച്ച് തേങ്ങയും വിതറി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ ചിക്കൻ പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് തിരിച്ചിട്ടെടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചില സമയത്ത് പുട്ടുണ്ടാക്കി കിട്ടാൻ, ക്യാമറൻ്റെ മുന്നിൽ പുട്ടുണ്ടാക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. എന്താണെന്നറിയില്ല, പുട്ടിന് ക്യാമറയെ ഫേസ് ചെയ്യാനൊരു മടി പോലെയാണ്. ഫസ്റ്റ് ടൈം ഞാൻ സ്റ്റഫ്ഡ് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മസാലയും പുട്ടുപൊടിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ക്യാമറ എടുക്കുമ്പോൾ പുട്ടിനൊരു കളി, പുട്ടാവി വരൂല, അല്ലെങ്കിൽ കുറ്റിയിൽ നിന്ന് പുറത്ത് വരൂല, അങ്ങനെയുള്ള കുറേ കളികളൊക്കെയാണ്. പുട്ടിന് കുഴപ്പ് ശരിയായാൽ കറക്റ്റ് ആവും എന്നറിയാം. എന്നാലും എന്തെങ്കിലും ഒരു ആ ദിവസത്തെ കുഴപ്പം കൊണ്ടോ എന്തോ ശരിയാവാറില്ല ചിലപ്പോഴെങ്കിലും.
ഇതിപ്പം ശരിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് കാണിച്ച 3 സ്റ്റഫ്ഡ് പുട്ടും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പുട്ട് തന്നെ ഞാൻ ചിക്കൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെമ്മീൻ്റെതും വെച്ച് ചെയ്തിട്ടുണ്ട്. വേറെ 2-3 വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഞാൻ ലിങ്ക് തരാം. നിങ്ങളെല്ലാ വീഡിയോസും കാണണം. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പുട്ട്, അതുപോലെ തന്നെ സ്വീറ്റ് പുട്ട്, പിന്നെ നമ്മുടെ വെജിറ്റേറിയൻസിന് പ്രിയപ്പെട്ട വെജിറ്റബിൾ പുട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ പുട്ടുപൊടി കുഴച്ചിട്ട് പുട്ടുണ്ടാക്കുന്നതിന് ആരോടും പറയണ്ട, അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ രീതിയിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയ പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റാണ്. അതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആയാലും ആ ഒരു സോഫ്റ്റ്നെസ് പുട്ടിന് പോകുന്നില്ല, അത് ഗ്യാരണ്ടീഡാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ പുട്ടുണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, വീട്ടിലുണ്ടാക്കി നോക്കുകയും ചെയ്യണം. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്കിനിയും കാണാം. അൻറ്റിൽ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.